എന്നാലും ഞാൻ സ്റ്റേഷനിൽ ചെന്നേപടി തന്നെ ഞാൻ ഇൻസേർട്ടൊക്കെ ചെയ്താണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പോലീസുകാർ പറഞ്ഞു ഇൻസേർട്ടൊക്കെ അഴിച്ചിട്ടോളാൻ പറഞ്ഞു. അഴിച്ചിട്ടു. എന്നെ ഒരു സ്ഥലത്തേക്ക് മാറ്റി. ഒരു ഒരു എന്താ പറയുക, ഇടി റൂം പോലത്തെ സ്ഥലം തന്നെയാണത്. അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് എന്നോട് ഇൻസേർട്ടൊക്കെ അഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എന്നെക്കൊണ്ട് മനഃപൂർവ്വം അഴിപ്പിച്ചു. അങ്ങനെ എന്നെ അടിക്കാൻ തന്നെ ഒരാൾ, എന്നെ ഉപദ്രവിക്കാൻ തന്നെ അവിടെ ഒരാളുണ്ടായിരുന്നു, എന്നെ കൈകാര്യം ചെയ്യാൻ തന്നെ. അദ്ദേഹം വലിയ ലാത്തിയായിട്ട് വന്ന് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റിലത്തെ ഒരടിയാണ് എൻ്റെ ഇവിടുത്തെ ഈ നടുവിൻ്റെ ഭാഗത്തുള്ളത്. ഈ അസ്ഥി കൂട്ടിയ ഒരടിയാണ്. ആ ഒറ്റ അടിക്ക് തന്നെ ഞാൻ ബോധം മറഞ്ഞു പോയ പോലെ പോയി താഴെ വീണു. പിന്നീട് ഞാനൊന്നും അറിഞ്ഞില്ല. ആ അടിയിൽ ഞാൻ അവിടെ കിടന്നു പോയി. ചില മണിക്കൂറുകളോളം അവിടെ കിടന്നതാണ് എനിക്ക്. ഒരു അരമണിക്കൂറിൻ്റെ മുകളിൽ ഞാൻ കിടന്നതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത്. അങ്ങനെ പിന്നീട് എനിക്ക് ബോധം തിരിച്ചു വീണപ്പോൾ ഞാൻ വളരെ അവശനായി. വേർത്ത് കുളിച്ചു, വെള്ളമെല്ലാം ഉണ്ട്, വേർത്ത് കുളിച്ചൊരു അനുഭവമായിരുന്നു. അപ്പോൾ ആ ഒരൊറ്റ അടിക്ക് തന്നെ പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ഭീകരതയായിരുന്നു ആ അടി. അത്രയ്ക്ക് വലിയ വേദനയുള്ളൊരു അടിയായിരുന്നു ആ ലാത്തി കൊണ്ട് തന്നെ അടിച്ചത്. അപ്പോഴേക്കും ഞാൻ അടി കൊണ്ടപ്പോൾ എന്നോട് ഹൃദയത്തിനകത്ത് എൻ്റെ അന്തരാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഇടപെടുക, ദൈവാത്മാവിനോട് സംസാരിക്കുകയാണ്. ഈ പച്ചമരത്തോട് ഇവരിത് ചെയ്യുന്നെങ്കിൽ ഉണങ്ങിയതിനോട് എത്ര അധികം ചെയ്യും എന്നുള്ള വചനം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് തന്നു. ആ വചനം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോഴേക്കും ആ വേദന എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. വേദന പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായി. വേദന മാറിപ്പോകാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയരെ, തുടർന്നുള്ള മർദ്ദനങ്ങളൊന്നും പിന്നീട് എനിക്ക് വേദന അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പിന്നെ അവർ ചെയ്ത ഒത്തിരി പീഡനങ്ങൾ എന്നെ അവിടെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. കാരണം ഞാൻ പോക്സോ കേസിൽ പ്രതിയാണ്. 5 കുട്ടികളെ പീഡിപ്പിച്ച ഒരാളാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്നെ ഉപദ്രവിക്കുന്നതിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ എൻ്റെ പേരുള്ള കേസ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നില്ല, കേസ് പറയുന്നില്ല. അവർ പിന്നീട് പറയുന്നത് അതൊക്കെ പിന്നീട് നിനക്ക് മനസ്സിലാകും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്കത് അറിയത്തില്ലാതെ ഞാൻ ഭാരപ്പെട്ടു. പിന്നീട് ഒത്തിരി മർദ്ദനം ഞാൻ അനുഭവിക്കേണ്ടി വന്നു. പിന്നീടുള്ള മർദ്ദനത്തിനൊന്നും എനിക്ക് വേദന അങ്ങനെ ഞാൻ അറിയുന്നില്ല. കാരണം ദൈവാത്മാവിനോട് അങ്ങനെ സംസാരിച്ചത് എൻ്റെ ഹൃദയത്തിലൊരു വചനം ശക്തമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ശക്തമായിട്ട് ഞാൻ ഉള്ളിൽ വളരെ പ്രാർത്ഥനയോടെ തന്നെ ആയിരുന്നു. പിന്നീട് അവർ ഒത്തിരി എക്സസൈസുകൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. തല കീഴായി നിർത്തി, കാല് മേപ്പോട്ട് വെച്ച് നിർത്തി, ഒരു കാല് വേറൊരു കാലിൻ്റെ തുടയുടെ ഭാഗത്തേക്കൂടെ എടുത്ത് വെപ്പിച്ചിട്ട് മണിക്കൂറുകളോളം നിർത്തിച്ചു. പക്ഷേ കാല് തളരുന്നുണ്ട്, ചങ്ക് പൊട്ടിപ്പോകുന്നുണ്ട്, നടുവിന് വേദന വന്ന് ഞാൻ താഴെ പോകുമെന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ കാലെടുത്ത ആദ്യത്തെ അടി എനിക്ക് ഓർമ്മയുണ്ട്. ആ അടി പോലെ തന്നെ ലാത്തിയുമായിട്ട് ഇദ്ദേഹം പുറകെ നിൽക്കുകയാണ്.